അധ്യായം 77 സൂറത്തുൽ മുർസലാത്ത്. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 50. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വൽ മുർസലാത്തി ഉർഫാ ഫൽ ആസിഫാത്തി അസ്ഫാ വൻ നാശിറാത്തി നശ്റാ فالفارقات فرقا فالملقيات ذكرا عذرا أو نذرا. തുടർച്ചയായി അയക്കപ്പെടുന്നവയും അങ്ങനെ ശക്തിയായി അടിച്ചു വീശുന്നവയും പരത്തിവിടുന്നവയും വേർതിരിച്ച് വിവേചിക്കുന്നവയും അങ്ങനെ ഒഴിവുകഴിവ് നീക്കുന്നതിനോ താക്കീതിനോ വേണ്ടി സ്മരണയെ അഥവാ സന്ദേശത്തെ ഇട്ടുകൊടുക്കുന്നവയും തന്നെയാണ് സത്യം. ഇന്നമാ തുഅദൂന ലവാഖിഅ. തീർച്ചയായും നിങ്ങൾ താക്കീത് ചെയ്യപ്പെടുന്നത് സംഭവിക്കുന്നത് തന്നെയാകുന്നു. ഫഇദൻ നുജൂമു തുമിസത്. എന്നാൽ നക്ഷത്രങ്ങൾ അവയുടെ പ്രകാശം മായ്ക്കപ്പെട്ടാൽ. വഇദസ് സമാഉ ഫുരിജത് വഇദൽ ജിബാലു നുസിഫത്. ആകാശം പിളർക്കപ്പെട്ടാലും പർവ്വതങ്ങൾ പൊടിയാക്കപ്പെട്ടാലും. വഇദർ റുസുലു ഉഖ്തിതത്. റസൂലുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാലും. ലിഅയ്യി യൗമിൻ ഉജ്ജിലത്. ഏതൊരു ദിവസത്തേക്കാണ് അവർക്ക് അവധി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്? ലിയൗമിൽ ഫസ്ൽ. തീരുമാനത്തിന്റെ ദിവസത്തേക്ക് തന്നെ. വമാ അദ്റാക മാ യൗമുൽ ഫസ്ൽ. തീരുമാന ദിവസം എന്താണെന്ന് താങ്കൾക്ക് അറിവ് നൽകിയതെന്താണ്? വൈലുൻ യൗമഇദിൻ ലിൽമുകദ്ദിബീൻ. അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. അലം നുഹ്ലികിൽ അവ്വലീൻ. നാം പൂർവികന്മാരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? ثم نتبعهم الآخرين. പിന്നീട് പിൻഗാമികളെയും അവരോട് നാം തുടർത്തും. كذلك نفعل بالمجرمين. കുറ്റവാളികളെ കൊണ്ട് അപ്രകാരമാണ് നാം ചെയ്യുക. ويل يومئذ للمكذبين. അന്നത്തെ ദിവസം കുറ്റവാളികൾക്ക് വമ്പിച്ച നാശം സംഭവിക്കും. ألم نخلقكم من ماء مهين. ഒരു നിസ്സാര വെള്ളത്തിൽ നിന്നും നിങ്ങളെ നാം സൃഷ്ടിച്ചില്ലേ? فجعلناه في قرار مكين إلى قدر معلوم. എന്നിട്ട് നാം അതിനെ ഒരു ഭദ്രമായ സ്ഥലത്ത് ഒരു നിശ്ചിത കാലാവധി വരെ ആക്കിവെച്ചു. فقدرنا فنعم القادرون. അങ്ങനെ നാം എല്ലാം കണക്കാക്കി വ്യവസ്ഥപ്പെടുത്തി. അപ്പോൾ നാം എത്ര കഴിവുള്ളവരാണ്. ويل يومئذ للمكذبين. അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. ألم نجعل الأرض كفاتا أحياء وأمواتا. ഭൂമിയെ നാം ജീവനുള്ളവരെയും മരണമടഞ്ഞവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ? وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا. അതിൽ നാം ഉന്നതങ്ങളായ ഉറച്ചുനിൽക്കുന്ന പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും സ്വച്ഛമായ വെള്ളം നിങ്ങൾക്ക് നാം കുടിക്കുവാൻ നൽകുകയും ചെയ്തിരിക്കുന്നു. ويل يومئذ للمكذبين. അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. انطلقوا إلى ما كنتم به تكذبون. സത്യനിഷേധികളോട് അന്ത്യദിനത്തിൽ പറയപ്പെടും, നിങ്ങൾ ഏതൊന്നിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നുവോ അതിലേക്ക് പോയിക്കൊള്ളുക. انطلقوا إلى ظل ذي ثلاث شعب. അതായത് 3 ശാഖകളുള്ള
ഒരു നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. لا ظليل ولا يغني من اللهب അത് ചൂടിൽ നിന്ന് തണലേകുകയില്ല, തീജ്വാലയിൽ നിന്ന് അത് തടയുന്നതുമല്ല. إنها ترمي بشرر كالقصر തീർച്ചയായും അത് നരകം, ഉയർന്ന കെട്ടിടം പോലെയുള്ള തീപ്പൊരികൾ എറിയുന്നതാണ്. كأنه جمالة صفر അതെ, തീപ്പൊരികൾ കറുത്ത നിറമുള്ള ഒട്ടകങ്ങളെ പോലെയായിരിക്കും. ويل يومئذ للمكذبين അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. هذا يوم لا ينطقون അവർ സംസാരിക്കാത്ത ദിവസമാണിത്. ولا يؤذن لهم فيعتذرون ഒഴിവു കഴിവ് പറയാൻ അവർക്കനുവദിക്കപ്പെടുകയില്ല, അതിനാൽ അവർ ഒഴിവു കഴിവ് പറയുന്നതുമല്ല. ويل يومئذ للمكذبين അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. هذا يوم الفصل جمعناكم والأولين ഇത് തീരുമാനത്തിന്റെ ദിവസമാണ്. നിങ്ങളെയും പൂർവികന്മാരെയും നാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. فإن كان لكم كيد فكيدون ഇനി വല്ല ഉപായതന്ത്രവും നിങ്ങൾക്ക് പ്രയോഗിക്കാനുണ്ടെങ്കിൽ അത് എനിക്കെതിരിൽ പ്രയോഗിച്ചുകൊള്ളുക എന്ന് അവരോട് അല്ലാഹു പറയും. ويل يومئذ للمكذبين അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. إن المتقين في ظلال وعيون وفواكه مما يشتهون തീർച്ചയായും ഭയഭക്തിയുള്ളവർ ചില നിഴലുകളിലും അരുവികൾക്കിടയിലും തങ്ങൾക്കിഷ്ടപ്പെടുന്ന തരത്തിൽപ്പെട്ട പഴങ്ങൾക്കിടയിലുമായിരിക്കും ജീവിക്കുക. كلوا واشربوا هنيئا بما كنتم تعملون നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി നിങ്ങൾ മംഗളമായി തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് അവരോട് പറയപ്പെടും. إنا كذلك نجزي المحسنين തീർച്ചയായും അപ്രകാരമാണ് സദ്വൃത്തർക്ക് നാം പ്രതിഫലം നൽകുക. ويل يومئذ للمكذبين അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. كلوا وتمتعوا قليلا إنكم مجرمون നിങ്ങൾ കുറച്ചുകാലം തിന്നുകയും സുഖിക്കുകയും ചെയ്യുക, തീർച്ചയായും നിങ്ങൾ കുറ്റവാളികൾ തന്നെയാണ്. ويل يومئذ للمكذبين അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. وإذا قيل لهم اركعوا لا يركعون നിങ്ങൾ നിസ്കരിക്കുക എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ നിസ്കരിക്കുകയില്ല. ويل يومئذ للمكذبين അന്നത്തെ ദിവസം വമ്പിച്ച നാശം സത്യനിഷേധികൾക്കാകുന്നു. فبأي حديث بعده يؤمنون ഇനി ഇതിന് ഖുർആനിന് ശേഷം ഏത് വാർത്തയിലാണ് അവർ വിശ്വസിക്കുന്നത്?